നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് എന്താണ് പറയുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുന്നത് തേർഡ് പാർട്ടിയോട് വളരെ മോശമായിട്ടായിരിക്കും എന്നെക്കുറിച്ച് പറയുന്നത്, ചിലപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഈ റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു റീഡിങ്, ജനറൽ റീഡിങ് കണ്ടിട്ട് നിങ്ങൾ വളരെ സീരിയസ് ആയ ഡിസിഷൻസ് ഒന്നും ജീവിതത്തിൽ എടുക്കാൻ പാടില്ല. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തോളൂ. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് കാർഡ്സ് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഭഗവാനോട് ഓറക്കിൾ മെസ്സേജ് എന്താണ്, സ്പിരിച്വൽ ഓറക്കിൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് എന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് അറിയണോ? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നോക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാർഡ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. അടുത്തത് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ജനറലി നിങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അത് നോക്കും. അടുത്ത ചോദ്യം, ഫൈനൽ ചോദ്യം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്. ഇത്രയും കാര്യം നോക്കുന്നത് ഭഗവാനെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓർക്കർ മെസ്സേജ്. കാർഡ്സ് വീഴുന്നില്ല, എന്താണെന്ന് അറിയില്ല, എന്നെ വെച്ച് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭഗവാനെ, കുറച്ച് കാർഡ് എടുക്കില്ല, വീഴണം കാർഡ്, എന്നാലേ ഞാനത് മെസ്സേജായിട്ട് എടുക്കുള്ളൂ. നമുക്ക് രണ്ട് കാർഡ് വീണിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഡിവൈൻ ടൈമിങ്. ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈൻ ടൈം തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല സമയം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരാൻ പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയവുമാവും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത പലതരം മിറക്കിൾസ് നിങ്ങൾ കാണാൻ തുടങ്ങും. രണ്ടാമത്തെ കാർഡ് പറയുന്ന ആദിയോഗി, എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. അപ്പം നമ്മൾ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവാനുണ്ട്. യോഗ എന്ന് പറയുമ്പോൾ, യോഗ എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. അപ്പോൾ
നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറണമെന്ന് കൂടി പറയുന്നുണ്ട്. കുറച്ചും കൂടെ ചിട്ടയായ ജീവിതം ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം 2 കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നമുക്ക് നോക്കാം. കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തെ കാർഡ് പ്രിസൺ, ഒരു കാരാഗ്രഹവാസം പോലെ. അത് മനസ്സിലാകാം, അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനൊരു കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും കാരാഗ്രഹവാസമോ ജയിലിൽ കിടക്കേണ്ടി വരികയോ നിങ്ങൾക്ക് അടുപ്പമുള്ള ആർക്കെങ്കിലും ആണെങ്കിലും ആവാം. അങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ലെറ്റർ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. പിന്നെയുള്ള കാർഡ് ഡോക്ടർ, ഒരു ചെക്കപ്പിനുള്ള സമയമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾ ആർക്കെങ്കിലും ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് ബിസിനസ് മൈൻഡുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ കുറേ പ്ലഷർ സീക്കേഴ്സാണ്. പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരുടെ കൂടെ എപ്പോഴും സ്തുതിപാഠകരുണ്ടാവും. മനസ്സിലായി? കാരണം അവരുടെ കാര്യങ്ങൾ ഫ്രീസി ആയിട്ട് നടന്നു പോകാനായിട്ട് നമ്മളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറേ പേര് നമ്മളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ട് എന്നുമാവാം. പിന്നെ ഉള്ളത് ഒരു യങ് വുമൺ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലുള്ളത് ചിലപ്പോൾ ഒരു യങ് വുമൺ ആവാം. അത് ഈ സ്തുതിപാഠകർ എൻകറേജ് ചെയ്യുന്നുണ്ടാവാം ഈ തേർഡ് പാർട്ടി കണക്ഷൻ. ഇത്രയും കാർഡ്സാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണിത്. കിങ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായ എനർജിയാണ്. വളരെ ഇമോഷണലാണ്. ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഈ പേഴ്സൺ കാണുന്നത് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. അത്ര ഇൻ്റലിജൻ്റ് അല്ല, ഇമോഷണലാണ്. മനസ്സിലായോ? അപ്പോൾ ലോജിക്കൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഈ പേഴ്സൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്ന ഈ പേഴ്സൻ്റെ മനസ്സ് വളരെ ഇമോഷണൽ ആയതുകൊണ്ട് ഇമോഷൻസിന് ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇമോഷൻസ് പുറത്ത് കാണിക്കണമെന്നുമില്ല. കുറച്ച് കള്ളത്തരം. ഇവരുടെ സ്വഭാവം ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കള്ളത്തരമുണ്ട്. ഇവർ ചെയ്യുന്ന കള്ളത്തരം പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഭയങ്കര കണ്ണിങ് ആണ്. മനസ്സിലായോ? കണ്ണിങ് ആയ ആളുകളാണ്. അപ്പോൾ ഇവർ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും. പക്ഷേ നമ്മളെ കൂടെ നിന്ന് ചതിക്കാൻ മടിയില്ലാത്ത കുറച്ച് എനർജീസാണ് ഇവർ. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വൈരാഗ്യ ബുദ്ധിയുള്ളവരും കൂടിയാണ് ഇവർ. മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നവരാണെന്ന് ഓർക്കുക. നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ കിങ് ഓഫ് കപ്സ് മെച്ചുവേർഡാണ്, കുട്ടികളുള്ള ഒരാളാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, ആരായാലും. പക്ഷേ ഉള്ളിൽ ചെറിയൊരു വിവാഹം കഴിക്കാത്ത ഒരാളുടെ എനർജിയും കൊണ്ട് നടക്കും. പെണ്ണായാലും ആണായാലും ഇപ്പോഴും ആരെയും വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സിംഗിൾ എനർജിയാണ് എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഈ പേഴ്സൺ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺസ് കിട്ടാൻ വേണ്ടി വളരെ ക്ഷമയോട് കൂടിയല്ല, ക്ഷമയില്ലാതെയാണ് ഇരിക്കുന്നത്. ഇതുവരെ എന്തുകൊണ്ട് റിട്ടേൺസ് കിട്ടിയില്ല എന്നൊരു ചിന്തയാണ് ഈ പേഴ്സൻ്റെ മനസ്സ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ഇതൊരു യങ് എനർജിയാണ്. പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് വേണ്ട ഒരു എനർജിയാണ്. മനസ്സ് എപ്പോഴും ഇങ്ങനെ ചഞ്ചല ചിത്തമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി കണക്ഷൻ വരാനുള്ള കാരണം. അവർ തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പക്ഷേ അതങ്ങോട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ സിംഗിൾ ആണെന്നും കൂടെ നുണ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കത് ചോദിക്കാം. ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് അത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഈ തേർഡ് പാർട്ടി കണക്ഷനൊക്കെ
നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മളുടെ കണ്ണിൽ വരുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾക്ക് ദൈവം സഹായമാണത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അതൊക്കെ നമ്മൾ അറിയാൻ ഇടവരുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ടാണ്. അല്ലെങ്കിൽ മിക്കവരും അറിയാറില്ല തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നും, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങളുടെ സമയം നല്ലതായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ദൈവം നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനിട വരുന്നത്. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഹാപ്പിയാണ്, കമ്മ്യൂണിക്കേഷൻ. ഈ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ക്വീൻ ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ ഒരു എനർജി, അത് നിങ്ങളുടെ എനർജി ആയിട്ടാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നത്, ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളോട് ഈ പേഴ്സൺ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഇഗ്നോർ ചെയ്യുന്നതാണ് ഈ പേഴ്സൺ പറയുന്നത്. മനസ്സിലായി? ഞാൻ മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കും. വളരെ നല്ലോണം നുണ പറയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചെയ്ത കാര്യം നിങ്ങൾ കണ്ടാൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ചട്ടിക്കുന്ന ഒരു എനർജിയാണിത്. ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്ന, നിങ്ങളോട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ഈ വേഷം കെട്ടിനെ നിങ്ങൾ അംഗീകരിച്ച് കൊടുക്കാറില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അത് ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഈ പേഴ്സണിൻ്റെ ഈ കള്ളത്തരമൊന്നും നിങ്ങളുടെ അടുത്ത് ഓടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളെ പറ്റിക്കണമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളെ പറ്റിക്കാൻ ഈ പേഴ്സണ് പറ്റുന്നില്ല. കാരണം ഈ പേഴ്സണിൻ്റെ വാക്കുകൾ, പൊള്ളയായ വാക്കുകളൊന്നും നിങ്ങൾ ചെവി കൊടുക്കൊന്നുമില്ല. നിങ്ങൾ അതിനനുസരിച്ച് ഈ പേഴ്സണിൻ്റെ ഇമോഷണലി കരച്ചിൽ, ബഹളം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ പേഴ്സണെ. ലിയോ സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? അതാണ് അടുത്ത ചോദ്യം. പാഷനാണ്, ഭയങ്കര പാഷൻ. നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളോട് സംസാരമാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ നോക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിയോട് ഭയങ്കര പാഷനാണ്. തേർഡ് പാർട്ടിയെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഏത് നേരവും തേർഡ് പാർട്ടി ആ ഒരു ചിന്തയാണ് മനസ്സിൽ. തേർഡ് പാർട്ടി ഈ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടി മെതിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. മനസ്സിലായോ? അവരൊരു വളരെ പൈസയുള്ള കുറച്ച് മെച്ചുവേർഡായ എനർജിയാണ്. ഇവരെ പ്ലീസ് ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. ഇവരുടെ ഇഷ്ടംപോലെ പൈസയുണ്ട്, സ്വത്തുണ്ട് ഇവരുടെ അടുത്ത്. അപ്പോൾ ഇവരെ സോപ്പിടാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. മനസ്സിലായോ? ഈ എന്തൊക്കെ തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്തൊക്കെ വഴക്ക് കേട്ടാലും എത്രയൊക്കെ ഇഗ്നോർ ചെയ്താലും തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പുറകെ നടക്കുകയാണെന്നാണ് പറയുന്നത്. എപ്പോഴും തേർഡ് പാർട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയോട് ഭയങ്കരമായ ഒരു അട്രാക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ടോറസ്, ലിബ്ര സോഡിയാക് സൈനാണിത്. മാരീഡ് ആയ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. കുട്ടികളൊക്കെയുള്ള വളരെ മെച്ചുവേർഡായ എനർജിയാണ്. നിങ്ങൾ അത്രയും പ്രായമില്ല. അപ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അധികം പ്രായമില്ലാത്തവരാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടി നല്ല പ്രായമുള്ളവരാണ്. എനിക്കിവിടെ ഇത് ഈ പേഴ്സണിൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ആ ഒരു ഫീലിംഗ് വരുന്നില്ല. ഒരു അമ്മയോടുള്ള ഫീലിംഗ് പോലെയല്ല കാണിക്കുന്നത് എന്തായാലും. ഓക്കെ, തേർഡ് പാർട്ടി അതാണ് സിറ്റുവേഷൻ. എന്നാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് അതാണ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. നിങ്ങൾ ഈ പേഴ്സണെ വകവയ്ക്കുന്നില്ല എന്നാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അതാണ് നിങ്ങളുള്ള ഫീലിങ്സ്. നിങ്ങളെക്കുറിച്ചുള്ള പേഴ്സൻ്റെ അഭിപ്രായം തേർഡ് പാർട്ടി ഈ ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് തന്നെയാണ്. ഈ പേഴ്സണ് ഭയങ്കരമായ വേദന കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എല്ലാവരോടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളാണ് ഇതിനെല്ലാം, ഈ പ്രശ്നങ്ങൾ ഈ പേഴ്സൺ ഇങ്ങനെ ആയതിന് ഉള്ള കാരണം നിങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു നിങ്ങൾ കാരണമാണ് ഈ പേഴ്സൺ വേദനിക്കുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അത് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും. ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് വന്നത് നിങ്ങൾ കാരണമെന്നാണെന്നൊരു ചിന്തയാണ് ഈ പേഴ്സണ്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾ കാരണമാണ്. ഈ പേഴ്സൻ്റെ ലൈഫിലെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ കാരണമാണെന്നാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ ഈ പേഴ്സണോട് ക്ഷമിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഈ പേഴ്സൺ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, വകവയ്ക്കുന്നില്ല, അതിന് വില കൊടുക്കുന്നില്ല. അത് കള്ളത്തരമാണ്, നുണയാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഞാൻ നിങ്ങളുടെ ക്ഷമയ്ക്ക് പാത്രമാകേണ്ടതാണ്, പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ എല്ലാ പ്രശ്നവും കൂടി ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിലേക്ക് വെച്ച് തരികയാണ് സൗകര്യപൂർവ്വം. മനസ്സിലായി, ഞാനൊരു പാവമാണ്, ഞാൻ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്, എൻ്റെ വൈഫോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഒന്നും മനസ്സിലാവില്ല, ബോയ് ഫ്രണ്ട് ഒന്നും മനസ്സിലാക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ കുറച്ചും കൂടെ ഈ പേഴ്സണൽ സൈഡിലേക്ക് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല, എൻ്റെ ഒരു കാര്യം നോക്കാറില്ല. അപ്പോൾ കുറച്ച് നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരോടും ഈ പേഴ്സൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ അഭിപ്രായം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ സൈഡിലേക്ക് നോക്കുക, ഈ പേഴ്സൺ അംഗീകരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. ഈ പേഴ്സൻ്റെ ജീവിതം തന്നെ മാറുമെന്നാണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. ഇനി തേർഡ് പാർട്ടിയോട് എന്താണ് പറയുന്നത്? ഇത് ഈ പേഴ്സൻ്റെ അഭിപ്രായമാണ്. നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി എന്നാണ് തേർഡ് പാർട്ടിയോട് ജനറലി ഈ പേഴ്സൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പേഴ്സൺ സ്വന്തം തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജി അല്ല, എല്ലാം മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ച് നടക്കുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടിയോട് എന്താ പറയുന്നത് നിങ്ങളെ കുറിച്ചിട്ട്? ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഇമ്മെച്യൂർഡാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്ത എനർജിയാണ്, പണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒട്ടും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല, ഞാൻ വളരെ കെയറിങ് ആണ്, ഞാൻ അതാണ് ഇതാണ് ഈ പേഴ്സണ് വേണ്ടിയിട്ട്, പക്ഷേ എന്നോടൊരു വിലയില്ല. ഇതാണ് തേർഡ് പാർട്ടിയോട് പറയുന്നത്. ഒട്ടും ഒരു എന്താ പറയുക, ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര റൊമാൻറ്റിക് ആണ്, പക്ഷേ നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ല, നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്ത എനർജിയാണ്, നിങ്ങൾക്ക് വേണ്ടത് പൈസയാണ്. മനസ്സിലായോ? പക്ഷേ ഞാൻ കൊടുക്കുന്ന സ്നേഹമാണ്, എനിക്ക് എൻ്റെ ആളോട് എന്നുവെച്ചാൽ നിങ്ങളോട്, നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര സ്നേഹമാണ്. നോക്ക്, ഏസ് ഓഫ് കപ്സ്. ഞാൻ തിരിച്ച് സ്നേഹം എന്താ പറയുക കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പല പ്രാവശ്യം ഞാൻ അപ്രോച്ച് ചെയ്തു തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് കയറാനായിട്ട്, പക്ഷെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശം എന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതാണ് പറയുന്നത്. മനസ്സിലായത്? തേർഡ് പാർട്ടിയുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കാനാണോ എന്നറിയില്ല, പക്ഷെ ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പക്ഷെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ഈ പേഴ്സൻ്റെ സ്നേഹം അംഗീകരിക്കുന്നില്ല എന്നാണ് പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണിത്, ടോറസ്, ലീബ്ര, പിന്നെ ഉള്ളത് ലിയോ ആണ്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ നോക്കുക. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണിത് ഒന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. അത് കഴിഞ്ഞ് നമ്മൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇത്രയും കാർഡ്സാണ് മറന്ന് ഞാൻ എടുക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവിനേറ്റ്. നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി നിർത്തിവെച്ചിട്ട് നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള സമയം കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ മനസാക്ഷി എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആയിരിക്കാം.
അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മനസാക്ഷി ദൈവം എന്ന് വിളിക്കുന്നത് നമ്മളുടെ ശക്തി നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കാം. പിന്നെയുള്ളത് ഡീടോക്സിഫിക്കേഷൻ. നിങ്ങൾ ഒരു വളരെ ടോക്സിക് ആയ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് നിങ്ങൾ ക്ഷമിക്കാനും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാനും പഠിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡും പോസിറ്റീവ് ഔട്ട്ലുക്കാണ് പറയുന്നത്. പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം വേണം. അതുപോലെ തന്നെ പ്രശ്നമുണ്ടെന്ന് ടെൻഷൻ അടിക്കാതെ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പ്രശ്നത്തിലാണ്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്ന് വിചാരിച്ച് ഇരിക്കരുത്. നമ്മൾ രക്ഷിക്കാൻ ആരും വരില്ല. നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയ കുറേ സമയങ്ങളാണ് നഷ്ടപ്പെടുക. അവസാനം ആരും വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ രക്ഷിക്കാൻ നോക്കുക. നമ്മൾ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. അവസാനത്തെ കാർഡ് പറയുന്ന ലോങ് ജേർണി. നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു യാത്ര കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു യാത്രയായിരിക്കാം. ചിലപ്പോൾ തെറ്റുകൾ തിരുത്താനും തെറ്റുകൾ മനസ്സിലാക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും ഉള്ള ഒരു ജീവിതമായിരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ കിടന്ന് ഇഴയുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു നല്ല കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് മാത്രമല്ല. എല്ലാവരും പറയും ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല. എത്രയോ ഉറുമ്പുകളെ നമ്മൾ കൊല്ലുന്നു. പഞ്ചസാര പാത്രമുള്ള ഉറുമ്പിന് അങ്ങനെ തന്നെയാണ്. നമ്മളത് വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ, അതുങ്ങളെ പെറുക്കിക്കളയാം. നമ്മളത് അങ്ങനെ തന്നെയാണ് ചായയിൽ ഒഴിക്കുന്നത് അല്ലേ? ഓരോ ജീവികളും പാറ്റകളെ തല്ലിക്കൊല്ലുന്നു, പല്ലികളെ തല്ലിക്കൊല്ലുന്നു. നമ്മൾ ചെയ്യാത്ത തെറ്റുകളില്ല ലോകത്ത്. കാരണം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഓരോ സൃഷ്ടിയും ദൈവം വളരെ ചൂസ് ചെയ്ത് വളരെ സമയമെടുത്ത് ഉണ്ടാക്കുന്നതാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? കാരണം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ചിലത് അംഗവൈകല്യം ഉള്ളതുണ്ടാവും. എന്നാലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാം. ഈ ലോകത്ത് എന്താ പറയണ്ടത്, ഞാൻ എല്ലാ സൃഷ്ടിയും ദൈവത്തിൻ്റെയാണ്. എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. ഈ കൊന്നാ പാപം തിന്നാ തീരും എന്നാ പറയും. നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനത്തിനെ കൊന്നാൽ അതിനെ തിന്ന് നമുക്ക് ശാപം പോകും. പക്ഷേ നമുക്ക് തിന്നാൻ പറ്റാത്ത സാധനത്തിനെ നമ്മൾ കൊന്നു കഴിയുമ്പോൾ അതൊരു ശാപമായിട്ടിരിക്കും. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ദൈവമേ ഞാൻ എന്തൊക്കെ തെറ്റെയ്യുന്നു എനിക്ക് അറിയില്ല, എൻ്റെ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ തെറ്റേ ചെയ്യുന്നില്ലെന്ന് ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം പുച്ഛിക്കും നമ്മളെ. നോക്ക് പുള്ളിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് ആരെയെ പറ്റിക്കാൻ, ദൈവത്തിനെ പറ്റിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഒരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അതിന് മുമ്പ് നമുക്ക് ജിപ്സി ഓറക്കിൾ കാർഡ്സ് നോക്കാം. ദേവി അമ്മേ മഹാമായ, അമ്മേ ദേവി മഹാമായ, അമ്മേ ദേവി മഹാമായ, അമ്മേ ദേവി മഹാമായ. ഒരു കോൺസ്റ്റൻസി കാണുന്നുണ്ട്. സ്വഭാവത്തിലെ വൈകല്യങ്ങൾ അത് മാറണം എന്നാണ് വെച്ചാൽ ഓരോ സമയത്ത് ഓരോ സ്വഭാവം, വിശ്വസിക്കാൻ പറ്റാത്ത സ്വഭാവം, വാക്കിന് വ്യവസ്ഥയില്ലാത്തൊരു സിറ്റുവേഷനുള്ള ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ വേറെ ഏത് കാർഡ്സാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബേബിയെ കാണിക്കുന്നുണ്ട്. ചൈൽഡ് എന്നാണ് പറയുന്നത്, പക്ഷെ തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞാണിത്. ഒരു ഗിഫ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നുണ്ടോ? പിന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ. ചിലപ്പോൾ നിങ്ങൾ ഗർഭിണിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഗർഭിണിയാണോ, എന്തായാലും ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് കൺസലേഷൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൺസലേഷൻ ദൈവം തരും. അതിനുള്ള എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചെങ്കിൽ അത് നികത്താൻ പറ്റിയില്ലെങ്കിലും അതിനെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നിങ്ങളോട് പറയുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണ്? എംപററാണ്. ഇതൊരു അച്ഛനാണ്, സ്വേച്ഛാധിപതിയാവാം ചില സമയത്ത്.
ചില സമയത്ത് വളരെ പോസിറ്റീവായ എല്ലാവരെയും ഒരു അച്ഛൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ, ബിസിനസ് വുമൺ ആണെങ്കിൽ എല്ലാവരോടും മക്കളെ കാണുന്ന പോലെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വയസ്സിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ലീഗൽ അഡ്വൈസറോ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കാം, അച്ഛൻ്റെ സ്ഥാനത്തോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഒരു എന്താ പറയുക, ഒരു ഫാദർ സിൻഡ്രോം ഉണ്ടാവും. ചിലപ്പോൾ പ്രായമുള്ള പുരുഷന്മാരോട് അട്രാക്ഷൻ ഉള്ള ഒരു എനർജി ആവാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആവാം. ഈഡിപ്പസ് കോംപ്ലെക്സ് എന്നൊക്കെ അങ്ങനെ ഗ്രീക്ക് ഒരു ഇതാണത്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു കോംപ്ലെക്സ് ഉള്ള ഒരു എനർജിയും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ തേർഡ് പാർട്ടി ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഒട്ടും മെച്ചുവേർഡ് അല്ലാത്തൊരു എനർജിയാണെന്നാണ് കാണിക്കുന്നത്. ട്രാപ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ലീഗലി ആക്സെപ്റ്റഡ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണോ? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പ് ചെയ്യാൻ പോയോ? ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? എന്നുവെച്ചാൽ ഇപ്പോൾ പോക്സോ കേസൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ എന്ന് അറിയില്ല. എന്തോ ഒരു ട്രാപ്പ് കാണിക്കുന്നുണ്ട്, വളരെ യങ് ആയിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്, വളരെ പ്രായമുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. അത് ഏരീസ് സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ 10 ഓഫ് പെൻറ്റക്കിൾസ് കാണിച്ചു. ഇതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നിങ്ങളുടെ. എല്ലാം കൊണ്ടും വളരെ ഇഷ്ടംപോലെ പണമുള്ള, സ്വത്തുള്ള, 2 ഫേമസ് ആയ ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. കുട്ടികളെല്ലാം ഉള്ള, ബന്ധുക്കൾ ബന്ധുബലമുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ഭയങ്കര റിഗ്രറ്റാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഒരു മജീഷ്യനാണ്, പക്ഷേ നിങ്ങളെ ഇതൊരു ഇല്ലീഗൽ സിറ്റുവേഷനിലേക്ക് പോകും, മീൻസ് ഒരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മാക്സിമം മറച്ചു വെക്കാനാണ് നോക്കുന്നത്. ഈ പേഴ്സൺ ഭക്തിമാർഗത്തിലേക്ക് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ അറിയാതെ എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ അതിനകത്ത് പെട്ടുപോയി, മാനിപ്പുലേറ്റ് ചെയ്ത് ട്രാപ്പിലാക്കിയ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഉള്ള ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങളൊരു ശുദ്ധമായ എനർജി ആയിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ. അപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ അറിയാൻ ഇടവന്നാൽ ഈ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ തകർന്നു പോകും. നല്ല മെച്ചുവേർഡായ 2 പേരാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഇവിടെ ലീബ്ര ഭയങ്കര ടെൻഷനാണ്, സീക്രറ്റ്സ് സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഒരു വളരെയധികം തലവേദന ഈ പേഴ്സൺ ഉണ്ടാക്കുന്നുണ്ട്. ലീബ്ര, ജെമിനായ്, വെർഗോ, പൈസീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ടെൻഷനാണ് നിങ്ങളെ കാണുമ്പോൾ. എങ്ങനെ പറയണം, നിങ്ങളെപ്പോൾ ഉള്ള ഒരാളോട് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി, അതെന്നെ പെടുത്തിയതാണ് എന്നുള്ള കാര്യം നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ നിർത്തണമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പ് ചെയ്തതാണ്. മനസ്സിലായി? ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആയ ഒരു തേർഡ് പാർട്ടിയാണ്. ഭയങ്കര അഭിനയം കൂടുതലുള്ള, എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ ഉള്ളപ്പോൾ പേഴ്സണോട് ഭയങ്കര സ്നേഹം കാണിക്കുക, പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ ഇഷ്ടമുള്ള, അയ്യോ ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ പേഴ്സൺ പോവില്ല, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡൗട്ട് അടിച്ചോളൂ. കാരണം ഒരാൾക്കും മറ്റേയാളുടെ ആഗ്രഹപ്രകാരം 100% കൂറു പുലർത്താൻ പറ്റില്ല. അവരുടേതായ സ്വയം ഇഷ്ടങ്ങളും എല്ലാം അവരെപ്പോഴെങ്കിലും ആ ഒരു ഇഷ്ടത്തിന് ജീവിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ തേർഡ് പാർട്ടി എനർജി അങ്ങനത്തെ ഒരു എനർജിയാണ്. വളരെ സ്നേഹമായിട്ട് അഭിനയിച്ച് കാണിച്ച ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴോ അല്ലെങ്കിൽ ഒരു അപകടമായിട്ട് റോഡിൽ നിൽക്കും, എങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനിലാണ് ഇവരെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഒരു കടപ്പാടിൻ്റെ ഒരു ബോധം കൂടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് ഈ എനർജിയോട്. ചിലപ്പോൾ ഒരു നേഴ്സോ അങ്ങനെ, ചിലപ്പോൾ ഒരു എന്താ പറയുക, സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു എനർജി ആയിട്ടാണ് തേർഡ് പാർട്ടിയെ കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്തോ ഒരു ചിലപ്പോൾ ഒരു മെഡിസിൻ, ഒരു ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു
അത്യാസന്ന നിലയിൽ എന്തോ വന്നപ്പോൾ എന്തോ സഹകരിച്ച ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതോടെയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വളരെ ഒരു ടെൻഷനോടുകൂടിയാണ് നോക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നില്ല. ആ സമയം തേർഡ് പാർട്ടി വളരെ ഡീസൻ്റ് ആയിട്ടാണ് പെരുമാറി. പിന്നെ തേർഡ് പാർട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് തുടങ്ങി. ഇവിടെ കാണിക്കുന്നത് സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് ഇപ്പോൾ ടെൻഷനാണ് നിങ്ങളുടെ പേഴ്സണ്. തേർഡ് പാർട്ടിയെ പേടിയാണ് നിങ്ങളുടെ പേഴ്സണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് അഭിപ്രായം? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്, വഴക്കുണ്ടാക്കുമെന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. വളരെ പാഷനറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനെ കുറിച്ച്, തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ഇടപെട്ടാൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണോട് ക്ഷമിക്കില്ല, ഭയങ്കര ബഹളം ഉണ്ടാക്കും എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കരമായ സ്നേഹമാണ്, ഒബ്സഷനാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടമാകുമെന്ന് നിങ്ങളുടെ പേഴ്സണൊരു പേടിയുണ്ട്. അതാണ് ഈ പേഴ്സണിൻ്റെ ടെൻഷൻ. നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണിനോട് ക്ഷമിക്കില്ല എന്നൊരു ചിന്ത, എന്നൊരു ബോധം, ചിലപ്പോൾ അത് സത്യമായിരിക്കാം, ഒരു ബോധം നിങ്ങളുടെ പേഴ്സണുണ്ട്. മനസ്സിലായി? കാരണം നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ റിലേഷൻഷിപ്പ് അവസാനിക്കും. ഈ 2 ഓഫ് കപ്സ് ഒക്കെ സ്ഥലം വിടും, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനൊക്കെ സ്ഥലം വിടും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ എന്താണ്? ഇത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത്. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കും പെട്ടെന്ന്, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്നൊരു ഡിസിഷൻ എടുക്കും. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇത്രയും ആൾക്കാരുടെ പ്രശംസ പറ്റുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അത്ര നാട്ടുകാരും വീട്ടുകാരും എല്ലാം അംഗീകരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റേയാളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ അതിലിപ്പരം നാണക്കേട് വേറെ ഒന്നുമില്ല. അവിടെ സ്നേഹം, അവിടെ വിശ്വാസവഞ്ചന, അതിലൊക്കെ കൂടുതൽ നാട്ടുകാരറിയുമ്പോൾ ഉള്ള നാണക്കേട്, അതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് ആ ഒരു ചിന്തയാണ്. ആ പെട്ടെന്ന് നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ട് ഇതിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഡിവോഴ്സ് അപ്ലൈ ചെയ്യും, വേണ്ടാന്ന് വെക്കും. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത് നിങ്ങളെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്, വീട്ടിൽ ഇത് അറിയാൻ ഇടവരരുത് എന്നാണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ചിലർ അത് സഹിക്കും, ചിലർ ക്ഷമിക്കും, ചിലർ ക്ഷമിക്കില്ല, ഒരു തരത്തിലും വേണ്ടാന്ന് വയ്ക്കും. കാരണം അതൊരു ഈഗോ ഇതായിട്ട് വരും, വിശ്വാസവഞ്ചനയാണ്. ചിലർക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് നാണക്കേടും അതിൽ പരം. എല്ലാവരും കളിയാക്കും, ഇത്ര സ്നേഹമാണ് ഇത്ര. കാരണം എല്ലാവർക്കും അസൂയായിരിക്കും. വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഭയങ്കര അസൂയായിരിക്കും. മാക്സിമം 90% ആൾക്കാർക്കും അസൂയായിരിക്കും. എപ്പോഴാണ് ഇവർ തമ്മിൽ പ്രശ്നം, നോക്കാം അപ്പോഴാണ് ഇങ്ങനൊരു ചാൻസ് കിട്ടുന്നത്. പിന്നെ ആൾക്കാർ വെറുതെ വിടില്ല നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ പേടി. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, വെർഗോ, പൈസീസ്, ജെമിനായി, ലീബ്ര, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. പിന്നെ ഉള്ളത് നമ്മളെ ഏരീസ് സോഡിയാക് സൈനാണ്, ചക്രവർത്തി. അപ്പോൾ അത്രയുമാണ് രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. പിന്നെ 2 തരം ഓറക്കൽ മെസ്സേജ്, ജിപ്സിയും ശിവ ഓറക്കൽ മെസ്സേജസും, സ്പിരിച്വലും ഭൗതികവും. അപ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന യൂണിവേഴ്സിനോട്? ഇത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും എനർജിയാണിത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? മൂന്നാമത്തെ ചോദ്യം, തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് കഴിഞ്ഞ് ലാസ്റ്റ് ചോദ്യം, തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പോൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
ഓം നമ ശിവായ. ഒരു ഫാമിലിക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം എന്നൊരു കാർഡ് ഇവിടെ കണ്ടു. ഇമോഷണൽ സപ്പോർട്ട് ഭഗവാനെ. ഓം നമ ശിവായ. അപ്പോൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ അവർക്കുള്ള സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. കാർഡ് മറിഞ്ഞില്ല, വെറുതെ വീണിട്ട് കാര്യമില്ല. ഭഗവാനെ, എനിക്ക് മെസ്സേജസ് വരണേ, കറക്റ്റായിട്ടുള്ള മെസ്സേജസ് തരണേ ഭഗവാനെ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഒരു കാർഡാണ് വീണുള്ളത്. നോക്കട്ടെ ഇനി വരുമെന്ന് നോക്കാം. ഒരു പ്രാവശ്യം കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. ഇനി ഏതെങ്കിലും ഒരു കാർഡ് വരുമെന്ന്. ഒന്നും വന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള കാർഡ്. ഡിലേയ്സ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങാൻ പോകുമ്പോൾ അതിൽ വിഘ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനുള്ളതോ തുടങ്ങാനുള്ളതോ ആയിട്ട് സമയം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ജിപ്സി ഓറക്കിൾസ് എന്താണെന്ന് പറയുന്നത് നോക്കാം. ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തോ റൂമർ എന്തെങ്കിലും കേൾക്കാൻ ഇടയാവാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് പറയാൻ ചാൻസ് ഉണ്ട്. ഒരു ലവറെ കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് ഒരു ഹോപ്പ്. പിന്നെ ഉള്ളത് സർവീസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നിങ്ങളുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരു നിങ്ങളെ സ്നേഹിക്കാൻ ആരെങ്കിലും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് കാണിക്കുന്നുണ്ട്. ഒരു ഹോപ്പ്, ഒരു ലവർ. ഇവിടെ ഒരു കാർ ഡ്രൈവറെ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന ആളാണോ? ടാക്സി ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും, ട്രെയിൻ എന്തെങ്കിലും അങ്ങനെ എന്തോ ഒരു സർവീസ് ഡ്രൈവറെ പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതൊരു റൂമർ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കാൻ ഇടയുണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി ലവേഴ്സാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഇവർ തമ്മിലൊരു ലവേഴ്സിൻ്റെ ഫീലിങ്സ് ആണ് രണ്ടുപേർക്കും. ഒരു തലവേദനയാണല്ലോ. നോക്കാം ഭഗവാനെ. ജെമിനായി സോഡിയാക് സൈനാണത്. ഒരേ മനസ്സുള്ള രണ്ട് പേര്, ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രണ്ട് എനർജീസാണത്. ചിലപ്പോൾ നമ്മൾക്ക് തോന്നില്ലേ, നമ്മൾ ഒരു കാര്യം ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അയാൾ എന്താ പറയാൻ പോകുന്നത്. ചില സമയത്ത് ഒരു നോട്ടം കൊണ്ട് നമുക്ക് മെസ്സേജസ് അയക്കാൻ പറ്റും അല്ലേ? ചില സമയത്ത് ടെലിപ്പത്തിക്കലി നമുക്ക് മെസ്സേജ്, അത് ആ ഒരു ഫ്രീക്വൻസി കറക്റ്റ് ആകുമ്പോഴാണ് അത് നടക്കുക. ക്ലാരിഫിക്കേഷൻ 5. ഇവർ തമ്മിൽ ബഹളങ്ങളില്ല. ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവർ തമ്മിൽ വഴക്കിടാറേ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഇവർ വഴക്കിടാൻ തുടങ്ങുമ്പോൾ രണ്ടുപേരും ചിന്തിക്കുന്നത് അത് മറ്റേയാൾ ഇട്ടിട്ട് പോയാലോ എന്നൊരു ടെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രശ്നങ്ങൾ ഇവർ അവരവരുടെ മനസ്സിൽ തന്നെ ഒതുക്കി തീർക്കും. അത് വളരെ നല്ല കാര്യമാണ് അല്ലേ? നമ്മളെ വായിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാതെ നമ്മളത് കടിച്ചിറക്കിയാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും അല്ലേ? അപ്പോൾ നമ്മൾക്ക് മറ്റേ റിലേഷൻഷിപ്പ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ മറ്റേ ആളോട് വഴക്കിടുന്നത്. രണ്ടാമത്തത് വഴക്കിടുന്നത് അയാൾ നമ്മൾ എന്ത് ചെയ്താലും പോകില്ല എന്നൊരു കോൺഫിഡൻസ് വരുമ്പോഴാണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ വഴക്കിടാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? മറ്റൊരാൾ ഉപേക്ഷിച്ച് പോയാലോ എന്നൊരു പേടിയുള്ളത് കൊണ്ടാണ്. അത് ശരിക്കും റിലേഷൻഷിപ്പുകളിലാണ് വേണ്ടത്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി കണക്ഷനിലാണ് അത്രയും ഒരു അട്രാക്ഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇവിടെ രണ്ട് ആണുങ്ങൾ തമ്മിലുള്ള ബന്ധമാണോ, റിലേഷൻഷിപ്പാണോ? അതോ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണോ? അറിയില്ല. എന്തായാലും ഇവിടെ രണ്ട് രാജാക്കന്മാരെയാണ് കാണിക്കുന്നത്. ഒരാൾ വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായ ഒരാൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇത്
ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളൊരു പ്ലെയർ എനർജിയാണ് എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് എനർജിയെ കാണിക്കും. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, ചില സമയത്ത് അതുപോലെ തന്നെ പ്രാക്ടിക്കലാണ്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പേഴ്സൺ നിങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവമെന്ന് ഈ പേഴ്സണ് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം നിങ്ങൾ ഭയങ്കര ഉഴപ്പാണ് എന്നൊരു ചിന്തയുണ്ട്. രണ്ട് തരം സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അടുത്തത് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണലുള്ള ഫീലിങ്സ് എന്താണ്? വളരെ പാഷനേറ്റ് ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ് തേർഡ് പാർട്ടിയിൽ. ഒരു ഡെത്ത് കാർഡ്. അപ്പോൾ ഇതെന്താണ് അങ്ങനെ വരുന്നത്? ഒരു ഡെത്ത് കാർഡ്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി തേർഡ് പാർട്ടിയോട് അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കരമായ സ്നേഹമാണ്. അപ്പോൾ അത് തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കാം. മനസ്സിലായോ? രണ്ട് പേര് തമ്മിലുള്ള തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി കാരണം ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണോട്. നിങ്ങളുടെ പേഴ്സണ് പക്ഷേ അത്ര അട്രാക്ഷൻ ഇല്ല. നിങ്ങളുടെ പേഴ്സൺ വളരെ പാഷനറ്റ് ആണ് തേർഡ് പാർട്ടിയോട്, ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. ഇമോഷൻസ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. പക്ഷെ തേർഡ് പാർട്ടി ഭയങ്കര ഇമോഷണലാണ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കരമായ ഇഷ്ടമാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഒരു കാര്യം വേറൊരു ഈ ഒരു ലവേഴ്സിൻ്റെ ഇതിൽ എന്താ വരുന്നത് വെച്ചാൽ ഇത് തേർഡ് പാർട്ടി എനർജിയാണ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ അതിനകത്തില്ല. മനസ്സിലായോ? ഓക്കെ. തേർഡ് പാർട്ടി ഭയങ്കര ലവിങ് കെയറിങ് ആണ് നിങ്ങളുടെ പേഴ്സണോട്. ഭയങ്കരമായ സ്നേഹമാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഈ ഓവർ ഇമോഷൻ ഇഷ്ടമല്ല തേർഡ് പാർട്ടിയുടെ. നിങ്ങളുടെ പേഴ്സണ് ആകെ കൂടെ തേർഡ് പാർട്ടിയുമായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി അങ്ങനെയല്ല, സോൾമേറ്റ് കണക്ഷനാണ്, ഭയങ്കരമായ സ്നേഹമാണ്. അടിപൊളി. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം എന്താണ്? അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണ് കൂടുതൽ സ്നേഹം. മനസ്സിലായോ? തേർഡ് പാർട്ടി വെറും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണെന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ പേഴ്സണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ചാലഞ്ചായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ രണ്ട് തരം സ്വഭാവമാണ് നിങ്ങൾക്ക്. ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര പ്രാക്ടിക്കൽ ലോജിക്കാണെങ്കിൽ ഒരു സമയത്ത് ഭയങ്കര ഇമോഷണലാണ്, ഓവർ ഇമോഷണലാണ്. അപ്പം നിങ്ങൾ കുറച്ച് ഉഴപ്പാണെന്ന് നിങ്ങളുടെ പേഴ്സണ്. പലരുമായിട്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. നിങ്ങൾ കുറച്ച് ഉഴപ്പാണ് എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കണക്ഷൻ വെക്കുന്നത്. കാരണം നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ ഒരു ചാലഞ്ച് പോലെയാണ്. ഈ പേഴ്സണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു മിസ്റ്ററിയാണ് നിങ്ങളുടെ മനസ്സിലാക്കുന്നുമില്ല. ഈ പേഴ്സൺ നിങ്ങൾക്ക് പല ഓഫറുകളും തരുന്നുണ്ട്. പല ഓഫർ, പൈസ തന്നാൽ നിങ്ങളുടെ സ്വഭാവം മാറുമോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കേണ്ടതെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. മനസ്സിലായി? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ പക്ഷെ ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ പല റിലേഷൻഷിപ്പിൽ ഓടി നടക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം നിങ്ങളുടെ ലൈഫിൽ വേറെ പലരുണ്ട് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സാമം, ദാനം, ഭേദം, ദണ്ഡം എല്ലാം നിങ്ങളുടെ പേഴ്സൺ നോക്കി, പണമെല്ലാം തന്നു നോക്കി, പല ഓഫേഴ്സ് തന്നു നോക്കി. പക്ഷെ എന്നാലൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പേഴ്സണോട് എന്താണ് ഫീലിങ്സ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പറയുന്നത്. ഇവിടെ ഏരീസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. വേറെ സ്കോർപ്പിയോ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏരീസ് ആണ് വരുന്നത്. എന്നാൽ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾ ഭയങ്കര മെച്യൂർഡ് ആണെന്നും കൂടെ പറയുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സണൽ കൺട്രോളിൽ നിങ്ങൾ നിൽക്കുന്നില്ല. ഓക്കെ, ഈ കാർഡാണ് ഞാൻ ആദ്യം കണ്ടത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാർഡാണ് കണ്ടത്. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത്. നിങ്ങളെ അല്ലാതെ വേറെ ആരെയും നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിക്കില്ല. വിവാഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയോട്
ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ടൈം പാസ് റൊമാൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ലവേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾമേറ്റ് കണക്ഷൻ, സോൾമേറ്റ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. തേർഡ് പാർട്ടി അതേസമയം നിങ്ങളുടെ പേഴ്സൺ ആണ് അവരുടെ സോൾമേറ്റ് എന്ന് വിചാരിച്ച് വെച്ചേക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളല്ല, തേർഡ് പാർട്ടി അല്ല എൻ്റെ സോൾമേറ്റ് കണക്ഷൻ. എൻ്റെ സോൾമേറ്റ് കണക്ഷൻ എൻ്റെ പേഴ്സൺ ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾമേറ്റ് കണക്ഷൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത്. നിങ്ങളെ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിക്കുകയുള്ളൂ. ഇവിടെ ഡിവോഴ്സും ഇല്ല, ഒരു കൊന്തവുമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പാർട്ട്ണറെ വിട്ട് പോവില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അടിപൊളി. നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. അപ്പുറത്തേക്ക് പോകണ്ടല്ലോ, അതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ ഇല്ലാതിരിക്കുന്നില്ല. തേർഡ് പാർട്ടിയോട് കണക്ഷൻ ഉണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ജെമിനായി. ഇവിടെ ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. ഏരീസ്, സ്കോർപ്പിയോ. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ജെമിനായി. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ്, അതുകൊണ്ടാണ് ഇവിടെ ഡിലേസ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, ഡിസിഷൻ ഒന്നും എടുക്കരുത്, വെയിറ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതോടെ ഇന്നത്തെ റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം വരെ എൻ്റെ റീഡിങ് മുഴുവനായി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. സബ്സ്ക്രിപ്ഷനും കമൻറ്റിനും ലൈക്കിനും ഷെയറിനും എല്ലാം വളരെയധികം നന്ദി. എനിക്ക് 14,000 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ 14,000 എന്ന് പറയാനില്ല, 14,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് പറ്റിയത്. താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാത്തര സഹായത്തിനും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്നനുഗ്രഹിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.